ഇന്ത്യയിലെ സുൽത്താൻ ഔലിയാക്കളുടെ നേതാവാണ് ബഹുമാനപ്പെട്ടവർ. അള്ളാഹുരുടെ പൊരുത്തം നമുക്ക് ഈ സദസ്സിൽ നസീബാക്കട്ടെ. നെല്ലിക്കുന്ന് മക്കാമിന്റെ പരിസരത്ത് വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ഉലമാക്കളെയും ഉമറാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 15-ാമത്തെ വയസ്സിൽ തൻ്റെ വാപ്പ മരണപ്പെട്ടു പോയ സമയത്ത് തനിക്ക് അനന്തരം കിട്ടിയതാകുന്ന തോട്ടത്തിനുള്ളിൽ ജോലി ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോൾ ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ വരുന്നു. അദ്ദേഹം ഒരു സൂഫിയാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല, തൻ്റെ കൈവശമുള്ളതാകുന്ന അല്പം കാരയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്തു. അത് കഴിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭാണ്ഡക്കെട്ടിലുള്ളതാകുന്ന ഒരു ചെറിയതാകുന്ന കഷ്ണം, ഉണങ്ങിയതാകുന്ന ഒരു റൊട്ടി കഷ്ണം എടുത്ത് വായിൽ വെച്ച് ചവച്ചിട്ട് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് കൊടുത്തു. 15 വയസ്സുള്ളതാകുന്ന ഈ കുട്ടി അത് കഴിച്ചു. ആ കുട്ടിയാണ് പിന്നീട് വിലായത്തിന്റെ ഉന്നതമായ തലത്തിലേക്ക് എത്തിയതായ ഖ്വാജ മുഈനുദ്ദീൻ ദിസ്സിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ കുട്ടിയുടെ യഥാർത്ഥ പേര് ഹസൻ എന്നാണ്. ഹസൻ എന്നാണ് മുഈനുദ്ദീൻ ദിസ്സിൽ അജ്മീരി തങ്ങളുടെ ഒറിജിനൽ പേര്. മഹാനാകുന്ന അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരെ മുഹിയുദ്ദീൻ എന്ന് വിളിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ടവർക്ക് പിന്നീട് വന്ന ചേർന്നാണ് മുഈനുദ്ദീൻ എന്നുള്ള പേര്. യഥാർത്ഥ പേരെന്താണ്? ഹസൻ എന്നാണ്. അള്ളാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഫതറക ദുനിയ ബിൽ കുല്ലിയ. മഹാനാകുന്ന ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അവർ ഖ്വാജ തങ്ങളെ കുറിച്ച് എഴുതിയതാകുന്ന ഒരു മൗലിദുണ്ട്. അവിടുത്തെ ചരിത്രങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള മനോഹരമായ ഒരു മൗലിദ് അറബിയിലാണ്. അതിൽ ബഹുമാനപ്പെട്ടവർ ഈ ചരിത്രം കുറിച്ചു വെക്കുന്നുണ്ട്. ഇബ്രാഹിമുൽ ഖന്ദൂസി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയ സൂഫി വര്യനായിരുന്നു ആ പ്രായമായ മനുഷ്യൻ, തോട്ടത്തിൽ വന്നതാകുന്ന മനുഷ്യൻ. അദ്ദേഹത്തിനെ സൽക്കരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാണ്ഡക്കെട്ടിൽ നിന്ന് ഉണങ്ങിയതാകുന്ന ഒരു റൊട്ടി കഷ്ണം എടുത്ത് വായിൽ വെച്ച് ചവച്ചിട്ട് കൊടുത്തു. ആ ഒരൊറ്റ കാരണത്താൽ ഫതറക ദുനിയ ബിൽ കുല്ലിയ, ദുനിയാവിനോട് പരിപൂർണമായി പരിത്യാഗം വന്നുപോയി ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജ തങ്ങൾക്ക്. 15 വയസ്സേ ഉള്ളൂ. പിന്നീട് ഇൽമ തേടിയിട്ടൊരിറക്കമാണ്. ഒരുപാട് ആലിമീങ്ങളുടെ സവിധത്തിൽ പോയി ഇൽമ തേടി. അവസാനം ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഉന്നത ശ്രേണിയിലുള്ള മഹാനുഭാവന്റെ ചാരത്തെത്തി. ഇറാനിലാണ് ബഹുമാനപ്പെട്ടവരുടെ ജന്മമെന്ന് ഓർക്കണം. ഇറാനിൽ നിന്നാണ് ബഹുമാനപ്പെട്ടവർ അജ്മീറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വപ്ന നിർദ്ദേശത്താൽ പരിശുദ്ധമായ ദീനിനെ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് വരുന്നത്, അജ്മീറിലേക്ക് എത്തിപ്പെടുന്നത്. ഞാൻ ചുരുക്കി പറയുന്നു, 20 വർഷം ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു ഹളറത്തിൽ ദീൻ പഠിച്ചുകൊണ്ടും തർബിയത്തിലുമായി അദ്ദേഹത്തിന്റെ ചാരത്ത് നിലകൊണ്ടു. അവരൊക്കെ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിതം സംശുദ്ധമാക്കിയ മഹത്തുക്കളാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലോ ഞാൻ ശൈഖാണെന്ന് പറഞ്ഞു വരുന്നവരോ ഭൗതിക ലോകത്തിന്റെ ഏറ്റവും വലിയ ഉത്തുംഗതയിൽ കഴിയുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും വലിയതാകുന്ന ലഹരികളും ഏറ്റവും മോശപ്പെട്ടതാകുന്ന ശൈലികളും അവലംബിച്ചുകൊണ്ട് ദീൻ പരിപൂർണമായി നഷ്ടപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന പ്രവണത നമ്മൾ നേർക്കുനേരെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈമാനിനെ നമ്മൾ സംരക്ഷിച്ചോണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതെപ്പോ വേണമെങ്കിലും ആരും ഊരിക്കളയാം. عن شهر بن حوشب رضي الله تعالى عنه قال മഹാനാകുന്ന ഷഹ്ർ ബിൻ ഹൗശബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖുൽതു ലി ഉമ്മു സലമത റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഉമ്മയെ കണ്ടപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു പോയി, മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളുടെ ചാരത്തുണ്ടാകുമ്പോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന ഏതാണ്? മാ അക്സറു ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദകി. നബി തങ്ങൾ നിങ്ങളുടെ അടുക്കൽ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുആ ചെയ്തിട്ടുള്ള ദുആ ഏതാണ്? അപ്പൊ ഭാര്യ മറുപടി കൊടുക്കണം. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വേറെ ഒരു കളതമാശം പറയുന്നൊന്നുമില്ല. ഖുർആനും ഹദീസും ചരിത്രം മാത്രം പറഞ്ഞ് വേഗം പോവാൻ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. നീട്ടൂല, ഒരു അരമണിക്കൂറോടെ ഇരിക്കൂല ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ടതാകുന്ന ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യയാണ്. അവർ പറഞ്ഞു, കാന മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാന മിൻ അക്സരി ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അധിക ദുആയിലും പെട്ടതായ പ്രാർത്ഥന ഇതാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت
ثبت قلبي على دينك وفي طاعتك وفي إيمانك يا الله. ഹൃദയങ്ങളെ തിരിക്കാൻ ശേഷിയുള്ളതായ അല്ലാഹുവേ, ഹൃദയത്തെ തിരിക്കുവാൻ ശേഷിയുള്ള അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തെ പരിശുദ്ധമായ ഇസ്ലാമിൽ ഈമാനിൽ നിന്റെ ത്വാഅത്തിലായി അടിയുറച്ച് നിർത്തരണേ അല്ലാഹ്. ഫബ്ബിത ഖൽബി അലാ ദീനിക. ഈ ദുആ ആണ് നബി തങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തത് എൻ്റെ അടുക്കൽ ഉണ്ടാകുന്ന സമയത്തെന്ന് മഹദിയാകുന്ന ഉമ്മു സലമ ബിബി റളിയല്ലാഹു അൻഹ. ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ എന്നിട്ട് പറയുകയാണ്, ഖുൽതു ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, മാ അക്സറു ദുആയിക യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك. നബിയേ നബിയേ, തങ്ങൾ ഈ ദുആ എന്തിനാണ് ഇത്രയേറെ അധികരിപ്പിക്കുന്നത്? എൻ്റെ അടുക്കൽ വരുമ്പോഴും ഏതെല്ലാ സമയങ്ങളിലും ഞാൻ ജീവിതം മുഴുവനും തങ്ങളെ കാണുന്നു. തങ്ങൾ കൂടുതലായി ദുആ ചെയ്യാറുള്ളതാണ് യാ മുഖല്ലിബൽ ഖുലൂബ്. ഹൃദയത്തെ തിരിക്കാൻ ശേഷിയുള്ള അല്ലാഹുവേ, ثبت قلبي على دينك وفي طاعتك وفي إيمانك يا الله. നിന്റെ വിശ്വാസത്തിലും നിന്നിലുള്ള ആരാധനയിലും പരിശുദ്ധമായ ദീനിൻ്റെതാകുന്ന വിശ്വാസത്തിലും എനിക്ക് നീ സ്ഥിരത നൽകണേ അല്ലാഹ്. എൻ്റെ ഹൃദയത്തെ അടിയുറച്ച് നിർത്തിത്തരണേ അല്ലാഹ്. എന്തിനാണ് നബിയേ നബിയേ തങ്ങൾ ഈ ദുആ കൂടുതലായി അധികരിപ്പിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിക്കുമ്പോൾ ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് മറുപടി നൽകിയ ഉമ്മു സലമ ബിവിയെ, ഈ ദുആ ഞാൻ അധികരിപ്പിക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ അധികാരത്തിൽ പെട്ടതാണ് ഒരു മനുഷ്യന് ഹിദായത്ത് അല്ലാഹു എങ്ങനെ കൊടുക്കണം, എങ്ങനെ ഊരണമെന്നുള്ളത് റബ്ബിന്റെ കൈകളിലാണ്, അധികാരത്തിലാ. ഫമൻ ശാഅ അസാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവനതിനെ പരിപൂർണമായി തെറ്റിച്ചു കളയുമേ. ഫമൻ ശാഅ അഖാമ, ആരുടെ ഹിദായത്ത് നിലനിർത്തണോ അല്ലാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനിനെ സ്ഥിരപ്പെടുത്തുമേ. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ്, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നമസ്കാരങ്ങൾക്ക് ശേഷം ദുആ ചെയ്യാറുള്ള ശ്രേഷ്ഠമായ പ്രാർത്ഥനകളിൽ പെട്ടതായ പ്രാർത്ഥനയല്ലയോ റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ. നീ ഞങ്ങൾക്ക് ഹിദായത്ത് എന്ന മഹനീയമായ പ്രകാശത്തിന്റെ കിരണങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന് ശേഷം ആ ഹിദായത്തിനെ നീ ഊരിക്കളയല്ല അല്ലാ, നീ അണച്ചു കളയല്ല അല്ലാ. മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ദുആ ചെയ്യേണ്ട പ്രാർത്ഥനയാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വെളിച്ചം അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു പ്രകാശമാണിത്. ഇത് എപ്പോ വേണമെങ്കിലും ആര് മുഖേന അല്ലാഹു അണച്ചു കളയാം. അതുകൊണ്ട് വ്യാജ ശൈഖന്മാർ, വ്യാജ സിദ്ധന്മാർ, അവരുടെ കൈകളിൽ നമ്മൾ പെട്ടുപോകരുത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളുമായി നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ നിലകൊള്ളുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു, വാർത്താ മീഡിയയിലുണ്ടായിരുന്നു, ദമ്പതിമാർ അവരുടെ മകളെ, ചെറിയ കുട്ടിയെ കൊണ്ടുവന്നിട്ട് പാപ്പാന്റെ കയ്യിൽ കൊടുക്കാൻ, ആനയുടെ അടിയിലൂടെ നടത്തിക്കാൻ, കുട്ടിയുടെ പേടി മാറാൻ. അവസാനം സാധനമൊക്കെ അടിച്ച് കാട്രായി അടിച്ച് നിൽക്കുന്ന ഈ പാപ്പാന്റെ കയ്യിൽ നിന്ന് കുട്ടി താഴോട്ട് വീടും. ആ സമയത്ത് ആനയെങ്ങാനും ജസ്റ്റ് ഒന്ന് തട്ടിയാൽ തീർന്ന്. പൊടിക്കുഞ്ഞല്ലേ, പൊടിക്കുഞ്ഞിനെയും കൊണ്ട് ഈ കള്ളും കഞ്ചാവുമായിട്ട് നിൽക്കുന്ന ഇവന്റെ കയ്യിൽ, ഈ പാപ്പാന്റെ കയ്യിൽ ഈ സാധനത്ത് കൊടുത്തിരിക്കുക, കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്. ആദ്യം അടിക്കേണ്ടത് രക്ഷിതാക്കൾക്കിട്ടാണ്.
മനുഷ്യന്റെ അന്ധവിശ്വാസം നോക്കണം. ആനയുടെ കാലിനടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ പേടി മാറുമെന്ന് ആരാ പറഞ്ഞിരിക്കും? വർഷം 2025 നിന്ന് 26 എത്തിയാലും മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ യാതൊരു കുറവുമില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അന്ധവിശ്വാസം ഇന്നും എന്നും എക്കാലഘട്ടത്തിലും ജനങ്ങളെ പിടികൂടും. അതിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതിൽ ഏറ്റവും കൂടുതൽ വശംവദരാകുന്നത് സ്ത്രീകളാണ് ആദ്യം പെട്ടുപോവുക. ലോകത്ത് ആദ്യമായി അന്ധവിശ്വാസത്തിന്റെ കുഴലൂത്ത് നടത്തിയത് ഇബ്ലീസാണ്, ലഅനത്തുല്ലാഹി അലൈഹി. ഇന്നീ ലക്കും നാസിഹുൻ അമീൻ. സ്വർഗത്തിലേക്ക് കടത്തിയതാകുന്ന മാതാപിതാക്കൾ ആദ്യ വ്യക്തിയല്ലേ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാവും ഉമ്മയും. രണ്ടുപേരോടുമായി അള്ളാഹു പറഞ്ഞു സ്വർഗത്തിൽ കടന്നുകൊള്ളുക. പക്ഷേ ആ കാണുന്നതാകുന്ന മരത്തിലേക്കോ അതിന്റെ കൈകളിലേക്കോ അടുക്കരുതേ. വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. ഒരു മരത്തിലേക്ക് അടുക്കരുതെന്ന് പറഞ്ഞ് ശക്തമായി വിലക്കേർപ്പെടുത്തി. വിശാലമാണ് സ്വർഗം. സ്വർഗത്തിലെ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, കായ്കനികളുണ്ട്. ഏത് വേണമെങ്കിലും കഴിക്കാം, ഏത് വേണമെങ്കിലും കുടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അള്ളാഹു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരൊറ്റ മരത്തെ ചൂണ്ടിയിട്ട് പറഞ്ഞു ഇങ്ങോട്ടെടുക്കരുത്. പക്ഷെ അതേ മരത്തിലേക്ക് തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടുപ്പിച്ചു. ഖുർആൻ പറഞ്ഞതല്ലേ, ഫവസ്വസ ലഹുമശ്ശൈത്വാൻ. പിശാച് അവർക്ക് ദുർബോധനം നടത്തി. പിശാച് അവിടെ ചെന്നിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ആ മരത്തിന്റെ കായ്കനികൾ എന്താ വിലക്കെന്നറിയോ? നിങ്ങളത് കഴിച്ചാൽ രാജാവ് രാജ്ഞിയെ പോലെ കാലാകാലം ഇവിടെ കഴിയാം. നിങ്ങൾ കഴിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം. ഒന്ന് കഴിച്ചു നോക്കിയാൽ റാഹത്തായിട്ട് കഴിയാം. ഇതന്നെയാണ് ഇന്ന് നടക്കുന്ന ദുർമന്ത്രവാദികളൊക്കെ ചെയ്യുന്ന പരിപാടി. ഇതാ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മളെ പെടുത്തിക്കളയാൻ. നിങ്ങൾക്ക് നല്ല റാഹത്തായിട്ട് ജീവിക്കാം, സന്തോഷകരമാകുന്ന ജീവിതം കിട്ടും. ഇന്നീ ലക്കും നാസിഹുൻ അമീനുൻ. പിശാച് പറഞ്ഞ വാക്കതാണ്, ഞാൻ നിങ്ങൾക്ക് നല്ല ഉപദേശകനാണ് കേട്ടോ. വേറെ ആരും ഇതുപോലെ നല്ല സൂപ്പർ ഉപദേശം തരാനില്ല. ഹലാക്ക് പിടിപ്പിച്ച് ഇറക്കാൻ പോവാണ് ഇവന്റെ ഉള്ളു വേറെ ശനി, പക്ഷെ ഇവനെ പറഞ്ഞു കൊടുക്കുന്ന ശനി ഇതാണ്. അങ്ങനെ ദുർബോധനം നടത്തി ആദ്യം അതിൽ വശംവദനായി വീണത് ഹവ്വാ ഉമ്മയാണ് എന്ന് ചരിത്രത്തിൽ കാണാം. ഉമ്മ വീണുപോയി. സ്ത്രീകളാണ് പെട്ടെന്ന് പെട്ടുപോവുക. അപ്പൊ പിന്നെ അവരിങ്ങനെ പറയാൻ തുടങ്ങി. ചെവിയിൽ ഇങ്ങനെ മന്ത്രിച്ച് ആദം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞേ, ഒന്ന് കഴിച്ചു നോക്കാം, കുഴപ്പം നോക്കാലോ. അങ്ങനെയാണല്ലോ ഇന്നും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളോട് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവും, കാര്യം എന്തൊക്കെ പറഞ്ഞാലും മൂപ്പരിൽ എന്തോ ഒരു കഴിവുണ്ട്, അതുകൊണ്ടാണല്ലോ അവിടെ അത്ര ആള് കൂടുന്നത്. എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സമസ്തയുടെ പണ്ഡിതന്മാരും ഉലമാക്കളും ഒക്കെ എതിർത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളിത്ര പോകാനുള്ള കാരണം എന്താ? എന്തോ കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആരും അറിയണ്ട, പതുക്കെ രഹസ്യമായിട്ട് പോവാം. പെണ്ണുങ്ങൾ ഇക്കുമത്തി പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുണ്ട് ഇതിപ്പോ സമൂഹത്തിൽ നടക്കാൻ. അപ്പൊ ഹാജിയാര് പതുക്കെ ഹിറാൻ കെട്ടി പതുക്കെ അങ്ങോട്ട് പോവാൻ ഉള്ള സമ്പത്ത് കൊണ്ട് അവിടെ കൊണ്ട കളയും. ദീനുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ഇത്തരത്തിലുള്ളതാകുന്ന പ്രവണതകൾ വളരെയേറെ ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മൻ അതാ കാഹിനാ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരില്ലേ, അവന്റെ വീടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കുറ്റിയടിക്കേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്ന് കളം വരച്ചൊന്ന് നോക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വലിയതാകുന്ന ഹാജിയാക്കന്മാർ, സമുദായത്തിൽ അറിയപ്പെടുന്നതാകുന്ന വലിയ വലിയ പണക്കാർ, പണച്ചാക്കുകൾ ഇതാ ജ്യോത്സ്യന്മാരുടെ സമീപത്ത് പോകുന്നവരില്ലയോ? കണിയാന്മാരുടെ സമയം നോക്കിക്കൊണ്ട് വീടിന്റെ കുറ്റിയടി കർമ്മങ്ങൾ നടത്തുന്നവരില്ലയോ? വീടിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുന്നവരില്ലയോ? അവന്റെ ഹോട്ടലിലേക്ക്, ജ്വല്ലറികളിലേക്ക്, ടെക്സ്റ്റൈൽ ഷോപ്പുകളിലേക്കൊക്കെ വലിയ ജ്യോത്സ്യന്മാരെ കൊണ്ടുവന്ന കണക്ക് നോക്കിക്കൊണ്ട് ഓരോ മൂലകൾ കണക്കാക്കുന്നവരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മൻ അതാ കാഹിനാ. ഏതെങ്കിലും ഒരു സത്യവിശ്വാസി മുഅ്മിൻ അവനൊരു ജ്യോത്സ്യനെ സമീപിച്ചാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, ആ ജ്യോത്സ്യൻ കണക്ക് നോക്കിയിട്ട് പറയുന്ന വിഷയത്തിൽ പരിപൂർണമായി വസ്തുതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിന്റെ മതനിയമങ്ങളെ പരിപൂർണ
പരിപൂർണമായി ഒഴിവാക്കിയവനാണവൻ. അവൻ നിഷേധിയാണ്. അഥവാ കാഫിറായി മരണപ്പെട്ടു പോകുവാൻ അത് മതിയെന്ന് നബിയോനാ റസൂലുള്ളാഹി. മോമിനിന്റെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഒരു ഹൈന്ദവ സമൂഹത്തിലുള്ള മനുഷ്യൻ അയാൾ ജ്യോത്സ്യനെ സമീപിക്കും, നമുക്ക് നമ്മളെ സംബന്ധിച്ച് തെറ്റല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, നമുക്ക് നമ്മുടെ മതം. ഒരു മോമിനായ മനുഷ്യൻ അവനവന്റെ ഈമാനിനെ ചോദ്യം ചെയ്യുന്ന പ്രവണത വരാൻ പാടില്ല. അവന്റെ ആഘോഷങ്ങൾ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കുന്നതാകണം. അവൻ ക്രിസ്മസിനും ഓണനും ന്യൂ ഇയറിനും എന്ന് വേണ്ട അങ്ങനെയുള്ള ആഘോഷ പൊലിമകളിലൂടെ മർമ്മപ്രധാനമായ തലത്തിലേക്ക് പോകരുത്. കാരണം ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, മുസ്ലിമിനുള്ളതല്ല. ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത് അവരുടെ ദൈവമാകുന്ന, നമ്മൾ പ്രവാചകനാണെന്ന് പറയുന്ന ഈസാ നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ ജന്മദിനം ഒരിക്കലും ഡിസംബർ 25 നമ്മൾ വിശ്വസിക്കുന്നില്ല, അത് തെളിയപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു പ്രവാചകനെ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ ആ പ്രവാചകനെ ദൈവമായിട്ടാണ് കാണുന്നത്, നമ്മളോ ദൈവമായിട്ടല്ല കാണുന്നത്. അപ്പോൾ തന്നെ വിശ്വാസത്തിൽ തെറ്റി. പിന്നെ അങ്ങനെ അവരുടെ ആഘോഷങ്ങൾ നമ്മൾ ആഘോഷിക്കും. അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അവരേതൊരു ആദർശത്തിന്മേലാണോ ആ ആഘോഷം ആഘോഷിക്കുന്നത് അതിലേക്ക് നമ്മൾ ചേക്കേറുകയാണ്. അപ്പോൾ നമ്മൾ മുർത്തദ്ദായി പോകാൻ അത് കാരണമാകും. അവർ ദൈവമാണെന്നും ദൈവപുത്രനാണ് ഈസാ നബി എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ക്രിസ്മസിൻ്റെതാകുന്ന ദിവസത്തിൽ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് അവർ ആഘോഷിക്കുന്നത് എങ്കിൽ നീ ആഘോഷത്തിലേക്ക് ചേർന്നുകൊണ്ട് കടമുറകളിൽ സ്റ്റാർ തൂക്കിയിട്ടുകൊണ്ട് അമുസ്ലിമീങ്ങളാകുന്ന ആളുകളുടെ കച്ചവടം കൂടി പിടിക്കാനുള്ള പ്രവണതയാണ് നീ ചെയ്യുന്നതെങ്കിൽ നിന്റെ ദീനിന്റെ ഷിആറിനെ വെല്ലുവിളിച്ചവനായി പോകും. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാഇറയിൽ നിന്ന്, അതിന്റെ വൃത്തത്തിൽ നീ പുറത്തു പോകും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അവരല്പം ഇങ്ങോട്ട് കേക്ക് കൊണ്ടുവന്നു, നീ അങ്ങോട്ട് എന്തെങ്കിലും മധുരം കൊടുക്കുന്നു. പെരുന്നാളിന്റെ സുദിനത്തിൽ നല്ല പത്തിരി ഇറച്ചിക്കറി അങ്ങോട്ട് കൊടുക്കുന്നു. അതൊക്കെ പണ്ട് മൂലം ഇവിടെ നടന്നു വരുന്നതാണ്. അതിനൊന്നും ഒരു തെറ്റില്ല, അതല്ല ഈ പറയുന്നത്. മറിച്ച് അവരുടെ ആഘോഷങ്ങളിൽ നിലകൊണ്ടുകൊണ്ട് അന്നത്തെ ദിവസങ്ങളിലും ന്യൂ ഇയറിന്റെ ദിവസങ്ങളിലും ആഘോഷങ്ങളുമൊക്കെയായി നിലകൊള്ളുന്ന സമൂഹം പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദാഇറയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഹേതുവായി തീരും. ചില പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ മനുഷ്യൻ ദീനിൽ നിന്ന് പുറത്തു പോകും, ഈമാൻ തെറ്റിപ്പോകും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അതിൽപ്പെട്ടതാണിത്. മനസ്സിലൊന്നും ഉണ്ടായിക്കണമെന്നില്ല, പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. ദീനിന്റെ ഷിആർ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. അശ്ലീലതയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ അവയവങ്ങളെയൊക്കെ പരിപൂർണമായി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ വിപത്താണ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ وطمأنوا بها والذين هم عن آياتنا لغافلون أولئك مأواهم النار أولئك مأواهم النار بما كانوا يكسبون. പരിശുദ്ധമായ ദീനിന്റെ ഷിആറുകളെ പരിപൂർണമായി അവഗണിക്കുകയും ഖുർആനിനെയും ഹദീസുകളെയും തൃണവൽഗണിച്ചുകൊണ്ട് കള്ളിലായി, കഞ്ചാവിലായി, ലഹരിയിലായി ആത്മീയത പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ട് നമസ്കാരമില്ലാത്ത, നോമ്പില്ലാത്ത, സക്കാത്തില്ലാത്ത, പാവങ്ങളുടെ കണ്ണീരൊപ്പാത്ത, നിരാലംബർക്ക് അവലംബമാകാത്ത, നിരാശരർക്ക് ആശ്രയത്വം കൊടുക്കാത്ത നിലയ്ക്ക് മോശപ്പെട്ട ശൈലികൾ അവഗണിക്കുന്നവരില്ലയോ? ഹറാമായ തലത്തിലേക്ക് ജീവിതത്തെ പരിപൂർണമായി കൊണ്ടു നടക്കുന്നവരില്ലയോ? കള്ളു കുടിക്കാത്ത ദിവസങ്ങളില്ല, പോകാത്തതാകുന്ന പാർക്കില്ല, മാളില്ല, ബീച്ച് റോഡുകളില്ല, എല്ലാ അശ്ലീലതയിലും മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമെന്ന ചിന്തയില്ല, ഖബറിനെ കുറിച്ചുള്ള ഭയപ്പാടില്ല, മഹ്ശറയെ കുറിച്ചുള്ള ബോധ്യമില്ല, അവിടെ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള ചിന്തയേ ഇല്ല. അല്ലാഹുവിനെ നേർക്ക് നേരെ ഒന്ന് കാണണമെന്ന് പോലും ആഗ്രഹിക്കാതെ ദുനിയാവിന്റെ പിറകെ ഓടുന്നതായ മനുഷ്യ, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ,
അല്ല പറയുകയാണ്, നമ്മളെയൊന്ന് നേർക്ക് നേരെയൊന്ന് കാണണമെന്നുള്ള ആഗ്രഹം പോലുമില്ലാതെ ഈ ദുനിയാവിന്റെ പിറകെ നെട്ടോട്ടമോടുന്ന മനുഷ്യരില്ലയോ? പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവരില്ലയോ? ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റിലൂടെ മാത്രമായി ജീവിതം കൊഴിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരില്ലയോ? ഹറാമായ മുതൽ ഭുജിക്കുന്നവരില്ലയോ? ഹറാമായ തലത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുന്നവരില്ലയോ? ഉലൈക മഅവാഹുമുന്നാർ. അവർക്ക് അല്ലാഹു നൽകുന്നതായ സങ്കേതം അത് നരകമാണ്, നരകമാണ്. ബിമാ കാനൂ യക്സിബൂൻ. അവർ ഈ ദുനിയാവിൽ ചെയ്ത നീചവൃത്യങ്ങളാണ് അതിന് ഹേതുവാകുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞതാണ് ആഖിറത്തെ ലക്ഷ്യം വെക്കാതെ കേവലം ദുനിയാവിന്റെ പിറകെ ഓടുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന സഹോദര സഹോദരി, യുക്തിവാദത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക്, ലിബറലിസത്തിലേക്ക് ഹൃദയത്തെ തുറന്നതാകുന്ന സഹോദര സഹോദരി, ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. നരകത്തിന്റെ ആകുന്ന താളുകളിലേക്ക് നീ എത്തിപ്പെടുമേ, നരകത്തിന്റെ വാഹകനാകുമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നരകത്തിലേക്ക് എത്തും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് ഈ പറയുന്ന നരകം? വനാദാ അസ്ഹാബുന്നാർ അസ്ഹാബൽ ജന്ന അൻ അഫീളൂ അലൈനാ മിനൽ മാ ഔ മിമ്മാ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, നരകാവകാശികൾ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിന്റെ അകത്തളത്തിൽ വെണ്ണീറായി കഴിയുന്ന സമയത്ത് നരകാവകാശികൾ ചൂടേറ്റുകൊണ്ട് ശരീരത്തിന്റെ രോമകൂപങ്ങൾ കരിയപ്പെടുമ്പോ, മാംസതലങ്ങൾ ഉരുകി ഒലിക്കുമ്പോ സ്വർഗാവകാശികളോട് ചോദിക്കുകയാണ്. അല്ലാഹു ഖുർആനിലൂടെ ആ സംഭവം കൃത്യമായി നമ്മളെ വരച്ചു കാട്ടുകയാണ്. വനാദാ അസ്ഹാബുന്നാർ അസ്ഹാബൽ ജന്ന. സ്വർഗാവകാശികളൊക്കെ നരകാവകാശികൾ തിരിഞ്ഞു നിന്നുകൊണ്ട് വിളിക്കുകയാണ്, അൻ അഫീളൂ അലൈനാ മിനൽ മാ. അല്ലയോ സ്വർഗത്തിൽ വസിക്കുന്നവരെ, മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഞങ്ങളിലേക്കൊന്ന് നോക്കണേ. നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള സ്വർഗീയമാകുന്ന ആസ്വാദനത്തിൽ നിന്ന് ഞങ്ങൾക്കൊരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഞങ്ങളുടെ ശരീരം ഇതാ കരിയുകയാണ്, രോമകൂപങ്ങൾ ഇതാ കത്തിയമർന്നു പോവുകയാണ്, ഞങ്ങളുടെ ചർമ്മങ്ങൾ ഇതാ പരിപൂർണമായി നശിച്ചു പോവുകയാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, കേവലം ഈ ദുനിയാവിൽ നീ കാണുന്നതായ തീയായി നരകത്തിന്റെ തീയെ കരുതരുതേ സ്വഹാബ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ ആഖിറത്തിലെ തീ എന്ന് പറയുന്നത്, നരകീയ ശിക്ഷ എന്ന് പറയുന്നത് ഭീകരമാണ്. ആ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാകുന്ന മനുഷ്യന്റെ ചർമ്മങ്ങൾ പരിപൂർണമായി ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ കത്തിയമർന്നു പോയാണ്. അവരുടെ ശരീരത്തിന്റെ ചർമ്മങ്ങളും മാംസങ്ങളും അടർന്ന് പുറത്തേക്ക് പോകുമ്പോ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. മറ്റൊരു ചർമ്മവും മറ്റൊരു മാംസതലമാകുന്ന ഭാഗങ്ങൾ കൊണ്ട് അല്ലാഹു വീണ്ടും ഇതാ ശരീരത്തെ ക്രമപ്പെടുത്തുകയാണ്. വീണ്ടും ഇതാ ശരീരത്തിലേക്ക് മാംസവും ചർമ്മവും ഇട്ടുകൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിയദൂഖുൽ അദാബ്
അദാബ്, വേദന അറിയട്ടെ, വേദന രുചിക്കട്ടെ. നരകത്തിന്റെ ശിക്ഷ മനസ്സിലാക്കാതെ ഈ ദുനിയാവിൽ അടിച്ചു പൊളിച്ചവനല്ലേ, രസിച്ചവനല്ലേ, കള്ളു കുടിച്ചവനല്ലേ, കൂത്താടിയവനല്ലേ, പെണ്ണ് പിടിച്ചവനല്ലേ, മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയവനല്ലേ, ആലിമീങ്ങൾ വാദങ്ങൾ കേൾക്കാതെ ഈ ദുനിയാവിൽ ജീവിച്ചവനല്ലേ. അവന്റെ ശരീരത്തിലെ ചർമ്മങ്ങൾ ഇതാ സെക്കൻഡുകൾ കൊണ്ട് കരിഞ്ഞു മാറുമ്പോ വീണ്ടും ഇതാ ശരീരത്തിലേക്ക് ചർമ്മം അല്ലാഹു ഇട്ടുകൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ നരകാവകാശികൾ സ്വർഗത്തിന്റെ വാഹകരോട് വേദന കൊണ്ട് പുളയുമ്പോൾ ചോദിക്കുകയാണ്, അൻ അഫീളൂ അലൈനാ മിനൽ മാ. സ്വർഗാവകാശികളെ, സ്വർഗത്തിന്റെ വാഹകരെ, ഒരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഞങ്ങളുടെ ശരീരം ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ശരീരമാസകലം പൊളിഞ്ഞു മാറിയിരിക്കുന്നു, വല്ലാത്ത വേദനയാണ്, പൊള്ളലേറ്റിരിക്കുകയാണ്. ഒരൽപ്പം വെള്ളം ഒന്ന് ചൊരിച്ചു തരുമോ? ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതായ സ്വർഗീയമാകുന്ന ആസ്വാദനങ്ങളില്ലേ, ആ ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം ഒന്ന് ഇട്ടു തരുമോ? നരകാവാസികൾ താഴെ തട്ടിയിരുന്നുകൊണ്ട് വ്യസനിക്കുകയാണ്, ദുഃഖിക്കുകയാണ്, ചോദിക്കുകയാണ്. വിളിച്ച് ഖേദിക്കുന്ന ഈ സമയം അല്ലാഹുവിന്റെ ഖുർആനിനോട് അല്ലാഹു കൃത്യമായി സ്വർഗാവകാശികൾ കൊടുക്കുന്ന മറുപടി കൃത്യമായി അടയാളപ്പെടുത്തുകയാണ്. ഖാലൂ, സ്വർഗാവകാശികൾ തിരിച്ചു പറയുമത്രേ, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെതാകുന്ന പാനീയമില്ല, സ്വർഗത്തിൻ്റെതാകുന്ന ഭക്ഷണമില്ല, സ്വർഗീയമാകുന്ന വസ്ത്രങ്ങളില്ല, സ്വർഗീയമാകുന്ന വിഭവങ്ങളില്ല. എല്ലാം അല്ലാഹു നിങ്ങൾക്ക് നിഷേധിച്ചിരിക്കുകയാണ്. കാരണം ദുനിയാവിൽ നിങ്ങൾ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചവരല്ലയോ. വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا ونحشره يوم القيامة أعمى يوم القيامة أعمى. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിനെ മറന്ന് ഈ ദുനിയാവിൽ ജീവിക്കുന്നതായ ഏതൊരു മുസ്ലിമുണ്ടോ, മുഅ്മിനത്തുണ്ടോ, കള്ളു കുടിക്കുന്നവരെ, ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോയവരെ, സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടുന്ന സഹോദരിമാരില്ലയോ, സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്തിയിട്ടുള്ളതായ മുസ്ലിം സഹോദരങ്ങളില്ലേ, ചെറുപ്പക്കാരില്ല, പഠിച്ചു വെക്കണേ, നരകമാണ്, നരകമാ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്, വമൻ അഅറള അൻ ദിക്രി فإن له معيشة ضنكا. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവരെ, തീർച്ചയായും നിങ്ങൾക്ക് ഈ ദുനിയാവിലും ഖബറിലും നാളെ മഹ്ശറിലും അല്ലാഹു കുടുസായ ജീവിതം നൽകുകയാണ്. മനസ്സിന് സമാധാനമില്ല, മനസ്സിന് ശാന്തിയില്ല, എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല, മാനസികമായ വിഭ്രാന്തിയാണ്, പ്രയാസത്തിലാണ്. ഖബറവന് ഞെരുക്കമാണ്, ഇടുക്കമാണ്, ബുദ്ധിമുട്ടാണ്. ഫഇന്ന ലഹു മഈശത്തൻ ലകാ. ഖബറവൻ അല്ലാഹു ഇടുക്കുകയാണ്, വല്ലാത്ത കുടുസായ ജീവിതം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുകയാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. തീർന്നില്ല, നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കടന്നു വരുമ്പോ ഇവനെ
ഇവനെ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുവരുമ്പോ അന്ധനായിട്ടാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് കടന്നു വരിക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഈ ദുനിയാവിൽ ധാരാളം സിനിമകൾ കണ്ട കണ്ണല്ലേ, സീരിയൽ ദർശിച്ചതാകുന്ന കണ്ണല്ലേ, അന്യ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കാണാൻ പാതിരാത്രി സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഡബ്ല്യു അടിച്ചുകൊണ്ട് അശ്ലീല ലോകത്തേക്ക് കണ്ണു നട്ടിരുന്നവരല്ലേ. ഈ കണ്ണിതാ നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ കണ്ണിന്റെ കാഴ്ചയെ അള്ളാഹു എടുത്തു കളയുകയാണ്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. നാളെ ഖിയാമത്ത് നാളിൽ സർവ്വ അമ്പിയാക്കളും ഔലിയാക്കളും മഹത്തുക്കളും സാലിഹീങ്ങളും തെമ്മാടികളും റൗഡികളും യുക്തിവാദികളും നിരീശ്വരവാദികളും വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരും വന്നുകൊണ്ട് നിൽക്കുന്നതായ മഹ്ശറയിലേക്ക് ഇന്നുള്ള ജനവിഭാഗം മാത്രമല്ലല്ലോ, വരാനിരിക്കുന്ന ജനകോടികൾ, കഴിഞ്ഞു പോയതാകുന്ന ജനകോടികൾ സർവരെയും ഒരുമിച്ച് കൂട്ടുന്ന കോടതിയിലേക്ക് ഇതാ ഇവൻ കടന്നു വരുമ്പോ, ഇതാ നെല്ലിക്കുന്നുള്ള ഇന്ന സഹോദരി കടന്നു വരുമ്പോ കണ്ണിന് അന്ധതയാണ്, അന്ധതയാണ്. ഖാല റബ്ബി ലിമ ഹശറതനീ അഅമാ വഖദ് കുന്തു ബസീറാ. കണ്ണിന്റെ കാഴ്ച എത്തിപ്പോയതാകുന്ന സഹോദരൻ സഹോദരി അള്ളാഹുവിനോട് അവലാതിപ്പെടുകയാണ്. എന്തിനാണ് പടച്ച റബ്ബേ എന്നെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്? ഞാൻ നല്ലതുപോലെ കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ദുനിയാവിൽ കാഴ്ചശക്തിയുള്ള മനുഷ്യനായിരുന്നല്ലോ, എന്തിനാണ് എന്റെ കാഴ്ച എടുത്തു കളഞ്ഞത്? അപ്പോഴാണ് അള്ളാഹു മലക്കുകൾ മുഖേന മറുപടി നൽകുന്നത്. കാര്യം അങ്ങനെ തന്നെയാണ്, ശരി തന്നെയാണ്. ദുനിയാവിൽ നീ കാഴ്ചയുള്ളവനായിരുന്നു, ഇന്നിതാ മഹ്ശറയിലേക്ക് വരുമ്പോ നിന്റെ കാഴ്ച ശക്തി അല്ലാഹു പരിപൂർണമായി എടുത്തു കളഞ്ഞു, നിനക്ക് അന്ധത വരുത്തി. എന്തേ കാരണമെന്നറിയുമോ? വഖദ് കുന്തു ബസീറാ ഫകദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ فكذلك اليوم تنسى. നിനക്ക് ദുനിയാവിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നാം നൽകിയതല്ലയോ? നിന്റെ നഹല്ലത്തിൽ 4-5 ദിവസങ്ങളല്ല 10 ദിവസങ്ങളിലുപരിയായി വാദിന്റെ മജ്‌ലിസുകൾ കൃത്യമായി നടന്നതല്ലേ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉലമാക്കൾ വന്ന് ഉമറാക്കൾ മുഖേന ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ ഇൽമിന്നതാകുന്ന സദസ്സ് പറഞ്ഞതല്ലയോ? ഖുർആൻ ഓതിക്കൊണ്ട് വിശദീകരിച്ചതല്ലയോ? സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നതല്ലയോ? ഖബറിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതല്ലയോ? മഹ്ശറിലെ ഹിസാബിനെ കുറിച്ച് പറഞ്ഞു തന്നതല്ലയോ? എന്നിട്ടതൊന്നും ചെവിക്കൊള്ളാതെ ഈ ദുനിയാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലയോ? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കി ഈ ദുനിയാവിൽ നീ നടന്നവനല്ലയോ? നല്ല കാഴ്ചകത്തിയുള്ള മനുഷ്യനായിരുന്നു. ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവനും കണ്ട് മനസ്സിലാക്കാൻ, ഈ ഭൂമി കണ്ട് മനസ്സിലാക്കാൻ, ആകാശത്തിന്റെ നീനവ കണ്ട് മനസ്സിലാക്കാൻ, അനന്തകോടി നക്ഷത്ര താരകങ്ങളെ മനസ്സിലാക്കാൻ, അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് ധാരാളം അവസരമുണ്ടായിരുന്നു. എന്നിട്ട് ആ അവസരങ്ങൾ നീ നിഷേധിച്ചവനല്ലേ? ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ ജീവിച്ചവനല്ലേ? ഫകദാലികൽ യൗമ തുൻസാ. ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നതിന്റെ പേരിൽ ഇന്നിതാ മഹ്ശറയിൽ വെച്ചുകൊണ്ട് അള്ളാഹു നിന്നെയെ മറക്കുകയാണ്. നിന്റെ കാഴ്ച അള്ളാഹു എടുത്തു കളഞ്ഞത് അതാണ് എന്ന് മലക്കുകൾ മുഖേന മറുപടി കൊടുക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. കാഴ്ചയില്ല, എല്ലാം എടുത്തു കളഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് കിട്ടുന്ന സമയവും സന്ദർഭവും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കോ. ആവശ്യമില്ലാത്ത തലത്തിലേക്ക് കണ്ണുകളെ, കാതുകളെ, ശരീരത്തിന്റെ അവയവങ്ങളെ ഒന്നും നമ്മൾ കൊണ്ടുപോകാൻ നിൽക്കണ്ട. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ഇത്തഖുസിനാ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വാബ, വ്യഭിചാരത്തെ സൂക്ഷിക്കണേ സ്വാബ. ആ വ്യഭിചാരത്തിലൂടെ നിങ്ങൾക്ക് വലിയ നാശമുണ്ടാകുമേ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെടാൻ ഹേതുവാകുമേ.
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ഫഇന്ന ഫീഹി സിത്ത ഖിസാൽ, ഈ ദുനിയാവിൽ വിചരിക്കുന്ന ഏതൊരു മുസ്ലിമുണ്ടോ മുസ്ലിമത്തുണ്ടോ 6 കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമേ. 6 കാര്യങ്ങൾ വന്നു ചേരുമേ. സലാസും ഫിദ് ദുനിയാ വസലാസും ഫിൽ ആഖിറ. 3 കാര്യങ്ങൾ ദുനിയാവിൽ തന്നെയാണ്, 3 കാര്യങ്ങൾ ആഖിറത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഹിസാബാണ്. ഇത് പറഞ്ഞത് ലോകൈക ഗുരുവാണ്, ഹബീബായ നബി തങ്ങളാണ്, സാദിഖുൽ മസ്ദൂഖാണ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത, കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്തതായ ഹബീബുനാ റസൂലുള്ളാഹി.